ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നാം ഒരു പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവിന്റെ നേരെ തോൽക്കാത്ത ആയുധവുമാവുന്നു. കാനാവിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്ര അവസാനിക്കുന്നത് കാൽവറിയിലാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. പാപികളായ നാം ഓരോരുത്തരുടെയും രക്ഷയ്ക്കായി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിനെ ധ്യാനിക്കുവാൻ നമുക്ക് ഈ വർഷവും ആയുസ്സും ആരോഗ്യവും തന്ന് ആത്മാവിൻ്റെ നല്ല ഫലം കായ്ക്കാൻ വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. ഇന്ന് നോമ്പിൻ്റെ 29-ാം ദിനം. ഇന്നത്തെ ധ്യാന വിഷയം കൂനിയായ സ്ത്രീയുടെ സൗഖ്യം, ശബത്ത് എന്ന ആത്മീയ അനുഭവം. ഇതിന് ആസ്പദമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗം നമുക്കേവർക്കും സുപരിചിതമാണ്. 18 വർഷക്കാലം നിവരുവാനോ നേരെ നോക്കുവാനോ സാധിക്കാതെ വളരെ ക്ലേശം അനുഭവിച്ച സ്ത്രീയെ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് കർത്താവ് കാണുന്നു. അനേക നാളുകളായി ദേവാലയത്തിൽ വന്നിട്ടും ആരും അവളെ ശ്രദ്ധിക്കുകയോ അവൾക്ക് സാന്ത്വനം നൽകുകയോ ചെയ്തില്ല. എന്നാൽ ഉള്ളങ്ങളെ അറിയുന്ന കർത്താവ് അവളെ കണ്ടിട്ട് അടുക്ക വിളിച്ച് തൊട്ട് അവൾക്ക് രോഗസൗഖ്യം കൊടുക്കുന്നു. ഈ ഭാഗത്ത് നാം കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, അവൾക്ക് ഇത്ര വലിയ ന്യൂനത ഉണ്ടായിട്ടും അതൊന്നും കാര്യമാക്കാതെ ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥനയിലും ആരാധനയിലും സന്തോഷം കണ്ടെത്തുവാൻ അവൾക്ക് സാധിച്ചു. കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുത്തപ്പോൾ അവൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി അവന് മഹത്വം കരയറ്റുകയാണ്. എന്നാൽ നമുക്ക് എത്ര വലിയ നന്മകൾ ദൈവം തരുമ്പോഴും നാം അവനെ മഹത്വപ്പെടുത്തുവാനോ നന്ദി കരയറ്റുവാനോ മറന്നു പോകുന്നു. അതൊന്നും ദൈവം നമ്മോട് കണക്കിടാതെ നമ്മുടെ പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ അവൻ നമുക്ക് തുണ നൽകുന്നു. കർത്താവ് ഇങ്ങനെ പറയുന്നു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ നാം ആരെ പേടിക്കണം? 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട് വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചോളുവീൻ, ശബത്തിൽ അരുത്. ബലഹീനയായ ആ സ്ത്രീക്ക് സൗഖ്യം കിട്ടപ്പോൾ അവളോടുകൂടെ സന്തോഷം പങ്കിടേണ്ടതിന് പകരം എത്ര കഠിനമായ വാക്കുകളാണ് പള്ളിപ്രമാണി പറയുന്നത്. നാം പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. മറ്റുള്ളവരുടെ നന്മകളിൽ സന്തോഷിക്കാതെ അവരുടെ ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിൽ ആനന്ദം കണ്ടെത്താറുണ്ട്. എന്നാൽ വചനം ഇപ്രകാരം പറയുന്നു, ശബത്ത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിന് കർത്താവാകുന്നു. തന്നെയുമല്ല, കർത്താവിന്റെ സ്പർശനം ഏറ്റപ്പോൾ അവൾക്ക് ഒരു പുതിയ പദവി ലഭിക്കുന്നു. അബ്രഹാമിന്റെ മകൾ എന്ന പദവി. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ സ്ത്രീ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, അവന്റെ സ്പർശനം ഏറ്റപ്പോൾ അവൾക്ക് പുതിയ അനുഭവത്തിലായിരിക്കാൻ സാധിച്ചു. കൂനിയായ സ്ത്രീ എന്ന വിളിപ്പേരിൽ നിന്ന് അബ്രഹാമിന്റെ മകൾ എന്ന ഓമന പേരിൽ രൂപാന്തരം പ്രാപിച്ചു. ഈ വേദഭാഗത്തിൽ നിന്ന് നാം പഠിക്കുന്ന 3 പാഠങ്ങൾ. 1, പുറന്തള്ളപ്പെട്ടവരെ ദൈവം തേടി കണ്ടുപിടിക്കുന്നു. 2, ശബത്ത് എന്ന ആത്മീയ അനുഭവം മുറുകെ പിടിക്കുന്ന മത നേതാക്കൾ. 3,
ദൈവത്തിന്റെ സ്പർശനം രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാനും വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കണം. കൂടാതെ ദൈവസന്നിധി സമർപ്പണത്തോടുകൂടിയും നിരന്തര പ്രാർത്ഥനയോടുകൂടിയും കണ്ണുനീരോടുകൂടി നമ്മുടെ സമൂഹത്തിനു വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, പ്രത്യേക യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയും ലോക സമാധാനത്തിനു വേണ്ടിയും മുട്ടിപ്പായി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.